കുറച്ച് നാളുകളായിട്ട് ഡിസ്കഷനിലുള്ളതാണ് സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി. സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി റിലേറ്റഡ് ആയിട്ട് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജ് പലതും നമ്മൾ ഓൾറെഡി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പബ്ലിക്കിലേക്ക് അത് പലപ്പോഴും ആക്സസിബിൾ ആക്കി വന്നിട്ടുണ്ട്. ഇപ്പം അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിജിറ്റൽ റുപ്പി. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇൻ റെസ്പെക്ട് ഓഫ് ദി ഡിജിറ്റൽ റുപ്പി. ഇറ്റ് ഈസ് എ സോവറിൻ കറൻസി issued by the Reserve Bank of India in alignment with the monetary policy. It appears as a liability on the RBI's balance sheet. It is insured against inflation by its very design. It is freely convertible against commercial bank money and cash. ഇത് നമുക്കറിയാം. ഇതിൽ പല ഫീച്ചേഴ്സും ഒരു കറൻസി അല്ലെങ്കിൽ ഡിജിറ്റൽ കറൻസി എന്ന ആസ്പെക്ട് മാറ്റി നിർത്തി ഒരു കറൻസി അല്ലെങ്കിൽ റുപ്പി റിലേറ്റഡ് ആയിട്ട് നോക്കുമ്പോൾ ഉള്ള ബേസിക് ഫീച്ചേഴ്സ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇറ്റ് ഈസ് എ സോവറിൻ കറൻസി ഇഷ്യൂഡ് ബൈ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻ അലൈൻമെന്റ് വിത്ത് ഇറ്റ്സ് മോണിറ്ററി പോളിസി. ഒരു ഡിജിറ്റൽ റുപ്പിയാണ്. അതിനൊരു ഡിജിറ്റൽ ഫോം ഉണ്ടെന്നുള്ളൂ. ഫിസിക്കൽ കറൻസി ആയിട്ട് അല്ലെങ്കിൽ കറൻസി റുപ്പി കറൻസി ആയിട്ട് അലൈൻഡ് ആയിട്ട് തന്നെ പോകുന്ന അല്ലെങ്കിൽ അതിൻ്റെ അതേ ഫങ്ഷൻസ് മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാൻസാക്ഷൻ, മോഡ് ഓഫ് ട്രാൻസാക്ഷൻ ആണ് ഈ ഡിജിറ്റൽ റുപ്പി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് പ്യുവർലി മോണിറ്ററി പോളിസിയോട് അലൈൻഡ് ആയിരിക്കും എന്നുള്ളത് ലോജിക്കലാണ്. അത് എക്സ്ട്രീംലി കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു സോവറിൻ കറൻസിയാണ്. അത് ഡിജിറ്റൽ ഫോമിലാണെന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അവിടെ മോണിറ്ററി പോളിസിയോട് അലൈൻഡ് ആണ്. ഇറ്റ് അപ്പിയേഴ്സ് ആസ് എ ലയബിലിറ്റി ഓൺ ബാലൻസ് ഷീറ്റ്. നമുക്കറിയാം കറൻസി എന്ന് പറയുന്നത് പ്രിന്റ് ചെയ്യുന്നതിന്റെ ഒബ്ലിഗേഷൻ വരുന്നത് RBIയുടെ റെസ്പോൺസിബിലിറ്റി ആണ്. RBIയുടെ ഒരു ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ RBIയുടെ ബാലൻസ് ഷീറ്റിൽ ഒരു ലയബിലിറ്റി ആയിട്ടാണ് കറൻസി ആക്ട് ചെയ്യുന്നത്. അതേ ലയബിലിറ്റി തന്നെ അത് ഡിജിറ്റൽ ആണെങ്കിലും ഫിസിക്കൽ കറൻസി ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കറൻസി നോട്ടോ അല്ലെങ്കിൽ കോയിൻസ് ആണെങ്കിലും RBIയുടെ ഒരു ലയബിലിറ്റി ആയിട്ട് വരും. ഇത് രണ്ടും നമുക്ക് നോക്കുമ്പോൾ ബേസിക് റുപ്പി അല്ലെങ്കിൽ ഒരു കറൻസിയുടെ ഒരു ബേസിക് ഫീച്ചേഴ്സ് ആണ് ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്നത്. തേർഡ് സ്റ്റേറ്റ്മെന്റിലേക്ക് വരുമ്പോൾ ഇറ്റ് ഈസ് ഇൻഷുർഡ് അഗെയിൻസ്റ്റ് ഇൻഫ്ലേഷൻ ബൈ ഇറ്റ്സ് വെരി ഡിസൈൻ എലമെന്റ് എന്ന് പറയുമ്പോൾ അതൊരു ഡിജിറ്റൽ ആണ് എന്നുള്ള ഒരു ആസ്പെക്ട് മാത്രമേ ഉള്ളൂ. അതിന് കറൻസി ഒരു ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ ഇൻഫ്ലേഷനെ അഗെയിൻസ്റ്റ് ആയിട്ട് ഇൻഷുർ ചെയ്യാനോ ഉള്ള ഒരു കാപ്പബിലിറ്റി ഒരു കറൻസിക്ക് ഉണ്ടാവണം നിർബന്ധമില്ല. ഇവിടെ എസ്പെഷ്യലി അതില്ല എന്ന് തന്നെ പറയാം. കാരണം കറൻസി വാല്യൂ അല്ലെങ്കിൽ കറൻസിയുടെ ലിക്വിഡിറ്റി ഒരു മാർക്കറ്റിൽ അത് ഡിജിറ്റൽ ഫോമിലാണെങ്കിലും അല്ലെങ്കിൽ അത് ഫിസിക്കൽ ഫോമിലാണെങ്കിലും മാർക്കറ്റിൽ അതിൻ്റെ അവൈലബിലിറ്റി കൂടുന്നതിനനുസരിച്ച് ഇൻഫ്ലേഷണറി പ്രഷർ കൂടുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇൻഫ്ലേഷനെ എഗെയിൻസ്റ്റ് ആയിട്ട് ഇൻഷുർ ചെയ്തു എന്നുള്ളത് ഒരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ 3 റോങ് ആയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ഒഴിവാക്കാം. 1ഉം 2ഉം ശരിയാണെന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാം. നമുക്ക് 4th സ്റ്റേറ്റ്മെന്റ് നോക്കണം. ഇറ്റ് ഈസ് ഫ്രീലി കൺവേർട്ടബിൾ അഗെയിൻസ്റ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക് മണി ആൻഡ് ക്യാഷ്. അത് നമുക്കറിയാം ഒരു കറൻസിയുടെ തന്നെ ബേസിക് ഫംഗ്ഷനാണ്. അത് നമുക്കൊരു ഡിനോമിനേഷൻ ഉള്ളത് മറ്റു ഡിനോമിനേഷനിലേക്കോ അല്ലെങ്കിൽ ബാങ്കിലേക്ക് ട്രാൻസാക്ഷനോ ക്യാഷ് ട്രാൻസാക്ഷനോ ഒക്കെ ആയിട്ട് ഫ്രീലി കൺവേർട്ടബിൾ ആണ്. ആ സെയിം ഡിജിറ്റൽ റുപ്പീൻ്റെ അല്ലെങ്കിൽ റുപ്പിയുടെ സെയിം ഫീച്ചർ തന്നെയാണ് ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്നത്. അപ്പോൾ 1, 2 and 4 ആണ് റൈറ്റ് ആൻസർ. ബേസിക് കറൻസി എന്താണോ അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഡിജിറ്റൽ റുപ്പിയും ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഒരു കറൻസി മാർക്കറ്റിൽ ലിക്വിഡിറ്റി കൂടുമ്പോൾ അത് ഇൻഫ്ലേഷണറി ആവും എന്നുള്ള അതേ കൺസെപ്റ്റ് തന്നെയാണ് ഈ സ്റ്റേറ്റ്മെന്റ് റോങ് ആവാനും ഇവിടെ കാരണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നോക്കുമ്പോൾ ആൻസർ D 1, 2 and 4 ആണ് റൈറ്റ് ആൻസർ.